നാളെ ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. വിവാഹ വാർഷികമായിട്ട് എനിക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്നുള്ളത് നിജിലേട്ടൻ ചോദിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, എന്നാലും ഗുരുവായൂർ പോകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഗുരുവായൂരിലെത്തി. റൂമൊക്കെ ഞങ്ങൾ ആദ്യമേ ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ ബാഗൊക്കെ റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോയി. റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഇന്ത്യൻ കോഫി ഹൗസ് ഉള്ളത്. കിഴക്കേ നടയുടെ അടുത്തായിട്ടാണ് ഞങ്ങളെടുത്ത റൂമുള്ളത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഓരോരുത്തർ വരച്ച് നൽകിയ ഫോട്ടോ ഫ്രെയിമുകളാണിത്. ഇതവിടെ ലേലം വിളിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പുലർച്ചെ 2 മണിക്ക് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഭഗവാനെ കാണാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ഭഗവാനെ കണ്ടിറങ്ങി. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരപ്പനെ കണ്ടു കഴിഞ്ഞ് ഇനി മമ്മിയൂരേക്ക് പോവാണ്. ഗുരുവായൂർ വന്നാലും മമ്മിയൂർ പോകണം എന്നാണല്ലോ. ഞങ്ങൾ നടന്നാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ പടിഞ്ഞാറേ നടയിലേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പായസമൊക്കെ വാങ്ങി. അപ്പോഴേക്കും കുഞ്ഞുണ്ണി ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഗുരുവായൂർ പപ്പടം വാങ്ങി. അങ്ങനെ ഞങ്ങൾ ചെറിയ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ ആനപ്പന്തിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. ഞങ്ങൾ പോരുമ്പം തന്നെ ഉച്ചയായിട്ടുണ്ട്. അപ്പം അടുത്ത പരിപാടി ഭക്ഷണം കഴിക്കാന്നുള്ളതാണ്. അയിലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു ഫേമസ് ഹോട്ടലായിട്ടുള്ള ഐലൻഡ് ഹോട്ടലിലേക്കാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല ഫ്രഷ് കരിമീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. നിജിലായിട്ടൊരു ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് തന്നതാണ്. ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി.